ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള നാവിൽ ഇടുന്ന തരത്തിലുള്ള എന്ന് പറയുന്ന തരത്തിലുള്ള മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലേ തുടക്കം മുതൽ ഞാൻ പറയുന്നതും ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻകറി വെക്കാൻ മൺചട്ടിയാണ് നല്ലത്. അതിലാകുമ്പോൾ നല്ല രുചിയും ഉണ്ടാവും. ചട്ടിയിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ചാണ് ഞാൻ എടുത്തത്. പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതല്ല. എൻ്റെ കൈ മുറിഞ്ഞിരിക്കണോണ്ട് ഞാൻ അരിയാൻ നിന്നില്ല. ഇവിടെ നല്ല മഴയാണിന്ന്. രാവിലെ നല്ല മഴയായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു? കമൻറ്റിലൂടെ അറിയിക്കണേ. പകുതി മൂത്തതിന് ശേഷം ചുവന്നുള്ളി ചതച്ചത്, ഒരു 10-20 അല്ലി ചുവന്നുള്ളി ഉണ്ട്, അത് ചതച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ചതച്ചാണ് എടുത്തത്. ഒരു പച്ചമുളക് ഒടിച്ചതും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളം ബ്രൗൺ കളർ ആകുന്നത് വരെയും വഴറ്റിക്കൊണ്ടിരിക്കുക. ചുവന്നുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെയും എല്ലാം ചെയ്യണം. ചുവന്നുള്ളി വെച്ച് കറി വെച്ചാൽ മീൻകറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിയുടെ കളർ മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഉള്ളി നല്ല മൂത്ത് ബ്രൗൺ കളർ ആയതിനു ശേഷം കുറച്ച് മല്ലിപ്പൊടിയും പിരിയൻ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയാണ് ഇട്ടത്. മല്ലിപ്പൊടി കൂടിപ്പോകരുത്. മല്ലിപ്പൊടി നല്ല മൂത്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറക്കാപ്പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ വാളംപുളിയാണ് ചേർക്കുന്നത്. നല്ലപോലെ ഇളക്കി നല്ല ഗ്രേവി നല്ല കുറുകി വരുന്നത് വരെയും ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഇതാക്കിയതിന് ശേഷം തക്കാളി ചതച്ചത് ചേർത്ത് കൊടുക്കും. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേ ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പാണ്. നിങ്ങൾക്ക് എത്ര ഉപ്പാണ് വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാം.
നല്ലപോലെ തിളപ്പിച്ച് ഉപ്പും ഒന്ന് നോക്കും, ഉപ്പും പുളിയും എല്ലാം നല്ലപോലെ നോക്കിയതിന് ശേഷം നല്ലപോലെ ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കുക. ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇതൊരിച്ചിരി നേരം നല്ലപോലെ അടച്ചു വെച്ച് തിളപ്പിക്കേണ്ടതാണ്. നല്ലപോലെ തിളച്ച് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വരഞ്ഞു വച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ കൊഴിയാളയാണ് എടുക്കുന്നത്. ഇതിൽ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ കറി വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള മീൻ കറി ആണിത്. എല്ലാവരും ചെയ്തു നോക്കണം. മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ സ്പൂണിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. ഇനി മീൻ വെന്ത് കഴിഞ്ഞു. ഇനി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. പലതരത്തിൽ മീൻ മുളകിട്ടത് വെക്കാം. ഇത് വേറൊരു തരത്തിലാണ് വെക്കുന്നത്. ഇച്ചിരി നേരം അടച്ചു വെച്ച് വേവിച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് ശേഷം കുറച്ച് നേരം കറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1-1.5 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കണേ. ബാച്ചിലേഴ്സിനെല്ലാം ഇത് വെച്ചാൽ 3-4 ദിവസം നല്ലപോലെ എടുത്ത് കഴിക്കാവുന്നതാണ്. കേടാവൂല. നല്ല രുചിയുള്ള മീനാണ്, മീൻകറിയാണ്. അതിൽ കപ്പലോടു എന്ന് പറയുന്ന തരത്തിലുള്ള മീൻ. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാവുന്ന മീനാണത്. മീൻകറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.